നമസ്കാരം. സ്റ്റോക്ക് എക്സ്ട്രാ ഇൻകം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആൻസ്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന വ്യക്തി അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ്. എന്താണ് ടെക്നിക്കൽ അനാലിസിസ്? ഒരു ഓഹരിയുടെ വിലയെ വിശകലനം ചെയ്ത് ഭാവിയിൽ ഓഹരിയുടെ ഗതി പ്രവചിക്കുന്ന മാർഗമാണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ പ്രൈസ്, നമുക്ക് വാങ്ങാൻ പറ്റിയ വിലയുടെ രീതി, എത്ര വില വരെ ഉയരാം അല്ലെങ്കിൽ വില എത്രത്തോളം ഇടിയാം എന്നൊക്കെ ടെക്നിക്കൽ അനാലിസിസ് മെത്തേഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കണ്ടേ? ഇവിടെയാണ് പ്രൈസ് ആക്ഷൻ എന്തെന്ന് നാം മനസ്സിലാക്കേണ്ടത്. എന്താണ് പ്രൈസ് ആക്ഷൻ? ഒരു പ്രത്യേക കാലയളവിൽ ഒരു ഓഹരിയുടെ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലിനെയാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു പ്രത്യേക കാലയളവ് എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസമാകാം, അല്ലെങ്കിൽ ഏതാനും മണിക്കൂറുകളാകാം, അല്ലെങ്കിൽ ഒരാഴ്ചയാകാം, ഒരു മാസമാകാം, ചിലപ്പോൾ വർഷങ്ങളോളം നീണ്ട കാലയളവാകാം. അത് ഓരോ ടെക്നിക്കൽ അനാലിസിസിലും നമ്മൾ തിരഞ്ഞെടുക്കുന്ന രീതിക്ക് ഭാഗമായിട്ട് ഈ കാലയളവിനെ നമ്മൾ നിശ്ചയിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസിൻ്റെ അടിസ്ഥാനം തന്നെയാണ് ഈ പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് ആക്ഷൻ ഈസ് ദ കിങ് അല്ലെ ഗോഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് പ്രൈസ് ആക്ഷനെ കിങ് അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത്? അത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ്. വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അനലൈസ് ദ ഹിസ്റ്ററി ആൻഡ് എക്സ്പെക്ട് ദ ഫ്യൂച്ചർ. അതായത് കഴിഞ്ഞുപോയ കാലങ്ങളിലെ വിലയിനെ വിശകലനം ചെയ്ത് അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ഭാവിയിൽ അതിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ എങ്ങനെയാകും എന്ന് പറയാൻ സാധിക്കുന്ന രീതിയാണ്. അതുകൊണ്ട് പിന്നെ പറയുന്ന വേറൊരു കാര്യം, അനലൈസ് ദ വൊലാറ്റിലിറ്റി. വൊലാറ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ വ്യതിയാനങ്ങളാണ്. അപ്പം ഒരു ഓഹരിയുടെ വിലയിൽ എത്രത്തോളം വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മാറ്റം, ഉയർച്ചയും താഴ്ചയും ഇടിവും ഉണ്ടാകുന്നു എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ ഈ പ്രൈസ് ആക്ഷൻ എന്ന മെത്തേഡിലൂടെ അല്ലെങ്കിൽ ഒരു രീതിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ആങ്സൈറ്റി ആൻഡ് ഇംപ്രൂവ് പേഷ്യൻസ്. നമ്മുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉത്കണ്ഠ നമുക്ക് ഈ പ്രൈസ് ആക്ഷൻ മെത്തേഡ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയാണത് കുറയ്ക്കാൻ പറ്റുന്നതെന്ന് ഞാനൊന്ന് പറയാം. അതായത് നമ്മളിപ്പോൾ ഒരു ഓഹരി വാങ്ങിയെന്ന് ഓർത്തോ, ഒരു XYZ ഓഹരി വാങ്ങി, അതിൻ്റെ വില 100 നമുക്കത് 110 അല്ലെങ്കിൽ ഒരു 120 രൂപയൊക്കെ ആകുമ്പോൾ വിൽക്കണം എന്ന ആഗ്രഹമുണ്ട്. അതിൻ്റെ ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ വാങ്ങിയത്. പക്ഷേ നമ്മൾ വാങ്ങിയപ്പോൾ മുതൽ നമ്മുടെ മനസ്സിലുള്ള ഒരു ആദ്യമായിരിക്കും, അയ്യോ ഇത് എപ്പോഴത്തേക്ക് 100 നിന്ന് 110 120 എത്തും, അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കഴിഞ്ഞപ്പോൾ അത് 99 അല്ലെങ്കിൽ 95 90 കൂപ്പ് കുത്തുമോ എന്നുള്ളൊരു ചിന്ത. അത് ഈ പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്കണ്ഠ നമുക്ക് ഇല്ലാതാവും. അതുപോലെ തന്നെ അത് ഇംപ്രൂവ്സ് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ഷമ. നമ്മളൊരു ഓഹരി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഓഹരി നമ്മൾ പ്രൈസ് ആക്ഷൻ മെത്തേഡിലൂടെ നമ്മൾ ഇതിനെ വിശകലനം, അതിൻ്റെ പാസ്റ്റ് പ്രൈസ് വേരിയേഷൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഓഹരിയുടെ വില വരും ദിവസങ്ങളിൽ ഇതിന് മുന്നോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്, അത് എത്രത്തോളം എത്തും. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഓഹരി വാങ്ങുന്നത്. ആ ഓഹരി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എത്രത്തോളം ഉയർന്നു പോകും എന്നൊരു അറിവ് നമുക്ക് ഈ പ്രൈസ് ആക്ഷനിലൂടെ നമുക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് ക്ഷമയോടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കാം. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ ഒരു ഓഹരി വാങ്ങുമ്പോഴാണ് ചിലപ്പോൾ ഓഹരി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഓഹരിയുടെ വില ഇടിയുകയും നമുക്ക് വലിയ നഷ്ടങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യുന്നത്. പ്രൈസ് ആക്ഷനിലൂടെ നമുക്ക് ആ നഷ്ടങ്ങൾ നമുക്ക് എത്രത്തോളം കുറയ്ക്കാൻ നമുക്ക് സാധിക്കുകയും നമ്മുടെ ലാഭങ്ങൾ കൂടുതലാക്കാൻ സാധിക്കുകയും കഴിയുന്നതാണ്. ഈ വീഡിയോ വളരെ ലെങ്തി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഏകദേശം 40-50 മിനിറ്റോളം എടുത്ത് ഞാൻ മലയാളത്തിൽ തന്നെ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും ടെക്നിക്കൽ അനാലിസിസിനെ കുറിച്ചും പ്രൈസ് ആക്ഷനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്.
ദയവ് ചെയ്ത് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഒറ്റ സമയം കൊണ്ട് തന്നെ കണ്ടു തീർക്കാൻ കഴിഞ്ഞില്ലെങ്കിലും 2 or 3 തവണയായിട്ട് അത് ശ്രമിച്ച് കണ്ട് മനസ്സിലാക്കി അത് പിന്നീട് നമ്മളെ ട്രേഡിംഗ് ചാർട്ടിൽ റീഡ് ചെയ്യാൻ മനസ്സിലാക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പം എല്ലാവരും ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു വീഡിയോസിനെ കാണുകയും അതിൻ്റെ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അതിന് മറുപടി നൽകാൻ ഞാൻ ശ്രമിക്കും. അപ്പോൾ പ്രൈസ് ആക്ഷൻ എന്താണെന്നും പ്രൈസ് ആക്ഷൻ എങ്ങനെ മനസ്സിലാക്കാമെന്നും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. ഇത് അതിൻ്റെ പ്രൈസിനെ ഓരോ ദിവസം ഓരോ കാലയളവിൽ, ഇതിപ്പം 5 മിനിറ്റ് കാലയളവാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ ഇതിനുണ്ടായ വിലയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഇതൊരു ചാർട്ടാണ്. വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ വരച്ച് കാണിക്കുന്ന ഒരു ചാർട്ടാണ്. അപ്പോൾ ഇത് വരച്ച് കാണിക്കുന്നതിന് നമ്മൾ പ്രൈസ് ആക്ഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ചാർട്ട് റീഡിങ് വഴിയാണ്. ചാർട്ടിനെ അനലൈസ് ചെയ്യുന്ന വഴിയാണ് നമ്മൾ ഒരു പ്രൈസ് ആക്ഷൻ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ ചാർട്ട് അനലൈസിങ് ചെയ്യുന്നത് ഏതെല്ലാം മാർഗത്തിലാണ് നോക്കുക. ഇതിപ്പം ഒരു ലൈവ് നിഫ്റ്റി 50യുടെ ഒരു ചാർട്ടാണ്. നമുക്കിവിടെ നോക്കിയാൽ കാണാം, ഇവിടെ പലതരത്തിലുള്ള ചാർട്ടുണ്ട്. ബാർ ചാർട്ടുണ്ട്, ഇത് ബാർ ചാർട്ടാണ്. പിന്നെ ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടുണ്ട്, പിന്നെ ലൈൻ ചാർട്ടുണ്ട്. ഇത് ലൈൻ ഉണ്ട്, പലതരം ലൈൻ ചാർട്ടുണ്ട്. പിന്നെ ഏരിയ ചാർട്ടുണ്ട്, പിന്നെ ബേസ് ലൈൻ ചാർട്ടുണ്ട്, അതുപോലെ തന്നെ റെങ്കോ ചാർട്ടുണ്ട്. അങ്ങനെ ട്രേഡിങ്ങിന് വേണ്ടി പ്രൈസ് ആക്ഷൻ അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ചാർട്ട് റീഡിങ്ങുകളുണ്ട്. എന്നാൽ ട്രേഡേഴ്സിന് ഇടയിലായിട്ട് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ചാർട്ട് അനലൈസിങ് രീതിയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അനലൈസിങ്, ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട്. അപ്പം എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എന്ന് നമുക്ക് നോക്കാം. എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് അനാലിസിസ്? Candlestick is a visual representation of price movement in any market. ഏതൊരു ഓഹരി വിപണിയിലും അതിൻ്റെ വിലയുടെ ഉയർച്ചയും താഴ്ചയും കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. എന്താണ് ക്യാൻഡിൽ സ്റ്റിക്ക്? ഇത് ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഫോമാണ്. ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിക്കിൻ്റെ രൂപത്തിലുള്ള, അതിന് 4 പാർട്ടുണ്ടാവും. ഒരു ഓപ്പൺ, എവിടെയാണ് വില തുടങ്ങിയത്, ഒരു ദിവസത്തെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മണിക്കൂറിൻ്റെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 5 നിമിഷത്തിൻ്റെ ആണ്. അപ്പോൾ നമ്മൾ ഏത് ടൈം ഫ്രെയിമാണ് എടുക്കുന്നത്, അപ്പോൾ അതിനെ ബേസ് ചെയ്തായിരിക്കും ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്യുന്നത് വിലയുടെ അടിസ്ഥാനത്തിൽ. അപ്പം ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഇത് നീലയുണ്ട്, ചുമലയുണ്ട്, അതൊക്കെ എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഈ ക്യാൻഡിൽ സ്റ്റിക്കിന് 4 ഭാഗങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഒന്ന് ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവ്, പർട്ടിക്കുലർ കാലയളവിൻ്റെ ആദ്യത്തെ നിമിഷത്തിൽ പ്രൈസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, അതാണ് ഓപ്പൺ. ഓക്കെ. ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവ്, അത് 5 മിനിറ്റ് ആവാം, അല്ലെങ്കിൽ 1 മണിക്കൂറാവാം, അല്ലെങ്കിൽ ഒരു ദിവസമാവാം. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ അവസാന നിമിഷത്തിൽ എവിടെ പ്രൈസ് നിന്നു, അതാണ് ക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലയളവിൽ വില എത്രത്തോളം പ്രൈസ് എത്രത്തോളം ഉയരങ്ങളിൽ വരെ ചെന്നു, അതാണ് ഹൈ എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് പ്രൈസ് എത്രത്തോളം താഴ്ചയിലേക്ക് അല്ലെങ്കിൽ ഇടിഞ്ഞായിരുന്നു എന്ന് കാണിക്കുന്നതിനാണ് പറഞ്ഞത്. അപ്പം ഒരു ക്യാൻഡിൽ സ്റ്റിക്കിന് 4 പാർട്ടുണ്ട്, 4 പോയിന്റുകളുണ്ട്. അതൊന്ന് ഓപ്പൺ, പിന്നെ ഒന്ന് ക്ലോസ്, പിന്നെ ഒന്ന് ഹൈ, പിന്നെ ഒന്ന് ലോ. അപ്പം സപ്പോസ് ഇതിപ്പം ഒരു സ്റ്റോക്കാണ്, ഒരു XYZ സ്റ്റോക്കാണെന്ന് ഓർത്തു. ആ സ്റ്റോക്കിൻ്റെ ഇന്നത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 100 രൂപയാണെന്ന് ഓർത്തു. അപ്പം അതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് 105 രൂപയാണെന്നും മനസ്സിലാക്കുക.
അത് 107 രൂപ വരെ വന്നായിരുന്നു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ആ പ്രൈസ്, ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ക്ലോസ് ചെയ്ത് 105-ലാണ്. അതുപോലെ തന്നെ അത് 98 വരെ വന്നായിരുന്നു. 98-ൽ നിന്ന് പിന്നീട് അത് 105 വരെയും 107 വരെയും പോയിട്ട് 105-ൽ ക്ലോസ് ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ചും കൂടെ നമ്മൾ കൂടുതലായിട്ട് പറയാമോ. ഈ കാൻഡിൽ സ്റ്റിക്ക് കണ്ടുപിടിച്ചത് ജാപ്പനീസ് ടീമാണ്. ജാപ്പനീസ് ടെക്നോളജിയിൽ ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് കാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. പണ്ട് ഇതാദ്യം ഉപയോഗിച്ചിരുന്ന അവരുടെ സെക്യൂരിറ്റി കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാൻഡിൽ സ്റ്റിക്ക് ജപ്പാൻ ടെക്നോളജീസ് ഉപയോഗിച്ചെങ്കിലും മൊനേഹിസ ഹൊമ്മ എന്ന ഒരു റൈസ് ട്രേഡർ, ഒരു ജാപ്പനീസാണ്. പുള്ളിക്കാരൻ ഒരു വളരെ ധനിക കുടുംബത്തിൽ പിറന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് റൈസ് വ്യാപാരമായിരുന്നു, അരി വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പം ഈ വ്യക്തിയാണ് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് റൈസ് വ്യാപാരത്തിൽ ഈ കാൻഡിൽ സ്റ്റിക്കിനെ ഉപയോഗിച്ച് വ്യാപാരം തുടങ്ങിയത്. പിന്നീട് അത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് ഈ വ്യക്തിനെ ബേസ് ചെയ്തിട്ടാണ് കാൻഡിൽ സ്റ്റിക്ക് അനാലിസിങ്ങിൻ്റെ എല്ലാം പിന്നീട് പിൽക്കാലത്തേക്ക് വളർന്നു വലുതായത്. അങ്ങനെ പിന്നീട് പുള്ളിനെ ഫാദർ ഓഫ് കാൻഡിൽ സ്റ്റിക്ക് അനാലിസിസ് എന്ന് വരെ വിളിക്കുന്നു. അപ്പം 2 തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്കുകളാണ് ഉള്ളത്. ഒന്ന് ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില ഉയർന്നത്, അതായത് ഒരു വിലയിൽ നിന്ന് അത് ആരംഭിച്ചു അതിനേക്കാൾ ഉയർന്ന വിലയിൽ അത് നിർത്തുമ്പോഴാണ് ബുള്ളിഷ് എന്ന് പറയുന്നത്, പോസിറ്റീവാണ്. രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ ബെയറിഷ് കാൻഡിൽ, അതായത് ഒരു വിലയിൽ നിന്ന് തുടങ്ങുകയും ആ വിലയേക്കാൾ താഴ്ന്ന വിലയിൽ അത് അവസാനിക്കുകയും ചെയ്യുന്നതിനാണ് ബെയറിഷ് കാൻഡിൽ എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. ഒരു വില ഇപ്പം പ്രൈസ് 100 ആണെങ്കിൽ അത് 98-ലോ അല്ലെങ്കിൽ 95-ലോ ക്ലോസ് ചെയ്യുമ്പോഴാണ് അതൊരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ്, അല്ലെങ്കിൽ വില ഇടിഞ്ഞ് താഴ്ന്ന വിലയിലാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ അതിനെ ബെയറിഷ് കാൻഡിൽ എന്ന് പറയുന്നത്. അപ്പം പിന്നീട് ഇനി വരുന്ന ഭാഗങ്ങളിലെല്ലാം ഞാൻ ബുള്ളിഷ് കാൻഡിൽ എന്നും ബെയറിഷ് കാൻഡിൽ എന്ന് പറയുന്നത്. ബുള്ളിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിയ വിലയേക്കാൾ അല്ലെങ്കിൽ ഇന്ന് തുടങ്ങി ആരംഭിച്ച വിലയേക്കാൾ വില ഉയർന്ന ഒരു മൂല്യത്തിലാണ് അവസാനിക്കുന്നത്. അതിനെ ബുള്ളിഷ് എന്നും, ആയിരുന്ന വിലയേക്കാൾ താഴ്ന്ന വിലയിൽ അതിന് ക്ലോസ് ചെയ്യുമ്പോഴാണ് ബെയറിഷ് എന്ന് പറയുന്നത്. അപ്പം ഇനിയുള്ള സമയത്തെല്ലാം ഞാൻ ബുള്ളിഷ് കാൻഡിൽ നിന്നും ബെയറിഷ് കാൻഡിൽ നിന്ന് പറയുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിക്കണം. ബുള്ളിഷ് പോസിറ്റീവാണ്, ബെയറിഷ് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ നമുക്കിനി കാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ കാൻഡിൽ സ്റ്റിക്കിനെ മനസ്സിലാക്കി എങ്ങനെയാണ് പ്രൈസ് ആക്ഷനിൽ നമുക്ക് കൂടുതലായിട്ട് ഇതിനെ അനലൈസ് ചെയ്ത് നമുക്ക് വിശകലനം ചെയ്ത് ഇതിൻ്റെ ഗതി വ്യതിയാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പൊതുവായിട്ടും ഞാൻ പറഞ്ഞു 2 തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്കുകളാണുള്ളത്. ഒന്ന് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്സ്, പിന്നെ ഒന്ന് ബെയറിഷ് കാൻഡിൽ സ്റ്റിക്ക്. ഓക്കെ, ഈ ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക്കിന് ഉള്ള പല തരത്തിലുള്ള കാൻഡിൽ സ്റ്റിക്കാണ് എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ടൈപ്പ് കാൻഡിൽ സ്റ്റിക്ക്, വിലയുടെ ആരംഭത്തിൽ നിന്ന് അവസാനത്തിലേക്ക് ഒരേ രീതിയിൽ ഉയർച്ചയും അതിന് പിന്നീടൊരു എന്താ പറയുന്നത് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഈ ഒരു പാർട്ടിനെ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ബോഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഒരു പാർട്ടിനെ, ഈ കളർ ഫില്ലായിരിക്കുന്ന വണ്ണം കൂടിയ ഏരിയന് ബോഡി എന്നും, ഈ ഒരു പാർട്ടിനെ വിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ഷാഡോ എന്ന് പറയും, അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയും. അങ്ങനെ 2-3 തരത്തിലാണ് ഓരോരുത്തരുടെ ഈസി അണ്ടർസ്റ്റാൻഡിങ്ങിനും പിന്നെ കൂടുതൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയും ഉപയോഗിക്കുന്ന രീതിയാണ്. പൊതുവെ വിക്ക് എന്നറിയപ്പെടും, അല്ലെങ്കിൽ ഷാഡോ എന്നറിയപ്പെടും. ഇനി അല്ലെങ്കിൽ ടെയിൽ എന്ന് പറയും, നമ്മൾ മലയാളത്തിൽ വാലെന്നും പറയാം. അപ്പം ബോഡിയും വിക്കും ചേർന്ന ഒരു പൂർണ്ണമായ ഒരു ഭാഗത്തിനാണ്
ക്യാൻഡിൽ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിലേക്ക് വരാം. ആദ്യത്തെ ഈ ബുള്ളിഷ് ക്യാൻഡിൽ ടൈപ്പിന് ഇതിന് വിക്കുകളില്ല. ഓക്കെ, ഈ ഒരു 5-6 തരത്തിലുള്ള ക്യാൻഡിൽ സ്റ്റിക്കാണ് സാധാരണ ഫോം ചെയ്യുക. ഇതിൽ പല രീതിയിൽ പല സൈസിലും ഉണ്ടാവും. ഓക്കെ, വിക്കുകളില്ലാത്ത അല്ലെങ്കിൽ ഷാഡോസ് ഇല്ലാത്ത ക്യാൻഡിൽ, പിന്നെ അടിഭാഗത്ത് മാത്രം ബോട്ടം സൈഡിൽ മാത്രം നീണ്ട ഷാഡോസ്, ലോങ് ഷാഡോസ് ഉള്ള ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. അല്ലെങ്കിൽ മുകൾ വശത്ത് മാത്രം ലോങ് ഷാഡോസ് ഉള്ള ക്യാൻഡിൽസ് ഉണ്ട്, ബുള്ളിഷ് ക്യാൻഡിലുണ്ട്. 2 സൈഡിലും ഷാഡോസ് ഉള്ള ക്യാൻഡിൽസ് ഉണ്ട്. 2 സൈഡിലും നീളം കൂടിയ ഷാഡോസും എന്നാൽ ചെറിയ ബോഡിയുള്ള ക്യാൻഡിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ബോഡി തീരെ ഇല്ലാത്ത എന്നാൽ വലിയ നീളം കൂടിയ ഷാഡോസ് ഉള്ള ക്യാൻഡിൽസും ഉണ്ട്. ഇത് ബുള്ളിഷ് ക്യാൻഡിലും സെയിം ഒരേ രീതിയാണ്. അതേ രീതി തന്നെയാണ് ബെയറിഷ് ക്യാൻഡിലിനും ഉള്ളത്. അപ്പം നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത് ക്യാൻഡിൽ 2 തരത്തിലാണ്. അത് ബുള്ളിഷ് ക്യാൻഡിലുണ്ട്, ബെയറിഷ് ക്യാൻഡിലുണ്ട്. ഈ ക്യാൻഡിൽസിന് പല രൂപങ്ങളുണ്ട്, പല ഷേപ്പുകളുണ്ട്. ആ പലതരം ഷേപ്പുകളാണ് ഇപ്പം ഞാനിവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു 6 തരം ഷേപ്പാണ് പൊതുവേ ഉള്ള ഷേപ്പുകൾ. ഇനി അതിൽ വ്യത്യാസങ്ങൾ വരുന്നതിനനുസരിച്ച് ആ ഷേപ്പിന് വ്യത്യാസം വരും. എന്നിരുന്നാൽ പോലും ഇതിനെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഈ തരത്തിലുള്ള ഷേപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. അത് ബുള്ളിഷ് ആയാലും ശരി, ബെയറിഷ് ആയാലും ശരി, അങ്ങനെ 6 തരത്തിലുള്ള കോമൺ ആയിട്ട് 6 തരത്തിലുള്ള ഷേപ്പുകളുള്ള ബുള്ളിഷ് അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്സിനെയാണ് നമ്മൾ പ്രൈസ് ആക്ഷനിൽ നമ്മൾ വിശകലനം ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബുള്ളിഷ് ബെയറിഷ് ക്യാൻഡിൽ സ്റ്റിക്കിനെ, വിവിധ തരം ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യത്തെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ പേരാണ് മാറുബോസോ ക്യാൻഡിൽ. എന്താണ് മാറുബോസോ ക്യാൻഡിൽ? മാറുബോസോ ക്യാൻഡിൽ ഹാസ് നോ വിക്ക് ഓർ ഷാഡോ. അതായത് ക്യാൻഡിലിൻ്റെ അപ്പർ സൈഡ് ആണെങ്കിലും ലോവർ സൈഡ് ആണെങ്കിലും വിക്കോ അല്ലെങ്കിൽ ഷാഡോ, ടെയിലോ ഒന്നുമില്ലാത്ത ക്യാൻഡിൽസിനെയാണ് മാറുബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൈസ് ഏറ്റവും ലോവറിൽ സ്റ്റാർട്ട് ചെയ്യുകയും ഒരു ഏത് കാലയളവിനെ എടുത്തോ ആ കാലയളവിൻ്റെ അവസാനത്തത് ആ പീരിയഡിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രൈസിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം അതിനൊരു വിക്കോ ഷാഡോ ഒന്നുമില്ല. അപ്പം അത് 2 തരത്തിലുണ്ട്. ഏത് ക്യാൻഡിൽ സ്റ്റിക്കും ആണെങ്കിലും ബുള്ളിഷും ഉണ്ടാവും, ബെയറിഷ് ക്യാൻഡിൽസും ഉണ്ടാവും. നമുക്ക് ഈ മാറുബോസോ ക്യാൻഡിൽസ് എവിടെ ഒക്കെ പ്രത്യക്ഷപ്പെടുന്നു എന്നും, അത് പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് രൂപപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം എന്നാണ് നമുക്കിനി അറിയേണ്ടത്. ഈ മാറുബോസോ ക്യാൻഡിലിന് വരുന്നതിന് കാരണം ക്ലോസ് കട്ട് അല്ലെങ്കിൽ ഷേവൻ എന്നാണ് ഈ മാറുബോസോൻ്റെ അതൊരു ജാപ്പനീസ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ക്ലോസ് കട്ട് അല്ലെങ്കിൽ ഷേവൻ എന്നാണ്. അതായത് ഷേവ് ചെയ്തിരിക്കുന്നുണ്ട്, മുകളിൽ അതിന് ടെയിൽസ് ഇല്ല, താഴെയും അതിന് ടെയിൽസ് ഇല്ല. അതിനാണ് മാറുബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഈ മാറുബോസോ ക്യാൻഡിൽ ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഒരു ബെയറിഷ് കണ്ടിന്യൂവേഷൻ കാണിക്കുന്നതിനാണ് ഒരു മാറുബോസോ ക്യാൻഡിൽ ഉണ്ട്. ഇല്ലെങ്കിൽ അതൊരു റിവേഴ്സൽ ഫോമായിട്ട്, ഒരു റിവേഴ്സൽ ക്യാൻഡിലായിട്ടാണ് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പം 2-3 എക്സാമ്പിൾസ് കാണിച്ചു തരാം. ഇതിപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ 1 മണിക്കൂർ കാലയളവിലുള്ള ചാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ നോക്കിയാൽ കാണാം, കണ്ടിന്യൂസ് ആയിട്ട് ഏപ്രിൽ 21-ാം തീയതി, കഴിഞ്ഞ മാസം 21-ാം തീയതിയാണ് ക്രൂഡ് ഓയിലിൻ്റെ വില വളരെ താഴേക്ക് പതിഞ്ഞ് കൂപ്പുകുത്തിയോട്ട് സമയമുണ്ട്. അപ്പം അതിൽ 21-ാം തീയതിയിലെ ക്യാൻഡിൽസ് കണ്ടോളൂ. ഇതൊരു മാറുബോസോ ക്യാൻഡിലാണ്. ഇതിന് മുകളിലൊരു ചെറിയ മാറുബോസോ ക്യാൻഡിലാണ്. അതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു മാറുബോസോ ക്യാൻഡിലാണ്. ഈ താഴത്തെ മാറുബോസോ ക്യാൻഡിലാണ്. പിന്നെ മാറുബോസോ ക്യാൻഡിലാണ്. പിന്നെ ലോവർ വിക്കുള്ള ഷേവൻ ഹെഡ് മാറുബോസോ ക്യാൻഡിലാണ്. അത് കഴിഞ്ഞ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ബുള്ളിഷ് മാറുബോസോ ക്യാൻഡിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അതിലും വലിയൊരു ബെയറിഷ് മാറുബോസോ ക്യാൻഡിൽ, പിന്നെയും ബെയറിഷ് മാറുബോസോ ക്യാൻഡിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഒരു ബെയറിഷ് കണ്ടിന്യൂവേഷനാണ് കാണിക്കുന്നത്. മാറുബോസോ ക്യാൻഡിൽ കണ്ടോളൂ.
ഇതൊരു ഈ ഇത്തരം പാറ്റേൺ ഉള്ള ക്യാൻഡിൽസ് നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ക്യാൻഡിൽസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അതൊരു ബെയറിഷ് ആയതുകൊണ്ട് വീക്ക്നെസ്, ആ പ്രൈസ് വീക്ക്നെസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ കാണിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു പ്രൈസ് റിവേഴ്സൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രൈസ് റിവേഴ്സലിന് വേണ്ടി ശ്രമിച്ചു, വീണ്ടും ഒരു മാർബോസ് ബുള്ളിഷ് ക്യാൻഡിൽ വന്നു. പക്ഷേ പിന്നീട് അതിനടുത്ത ക്യാൻഡിൽ ഈ ബുള്ളിഷ് മാർബോസ് ക്യാൻഡിലിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ അതൊരു കൺഫേം ആവത്തുള്ളൂ. പക്ഷേ അതിന് പകരം വീണ്ടും ആ ബുള്ളിഷ് മാർബോസ് ക്യാൻഡിലിന് കീഴേ ആയിട്ടാണ്, അതിൻ്റെ താഴോട്ടാണ് അടുത്ത ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്, അതിൻ്റെയും താഴോട്ടാണ് അടുത്ത ക്യാൻഡിൽ ഫോം ആയിരിക്കുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കുന്നത് വീണ്ടും അടുത്ത കണ്ടിന്യൂസ് ആയിട്ട് മാർബോസ് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കേണ്ടത് അതൊരു ബെയറിഷ് കണ്ടിന്യൂവേഷൻ ആയി ഫോളോ ചെയ്യുന്നുള്ള. പിന്നെ ഒരു ടിപ്പാണിത്. നമ്മളിപ്പം ഒരു ട്രെൻഡിങ് മാർക്കറ്റ്, അത് അപ്പ് ട്രെൻഡിങ് ആണെങ്കിലും ഡൗൺ ട്രെൻഡിങ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഒരേ രീതിയിലുള്ള ക്യാൻഡിൽസ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും, അവസാനം ഫോം ചെയ്യുന്ന ക്യാൻഡിൽസ് ലോങ്ങർ ക്യാൻഡിൽസ് ആണെങ്കിൽ, വലിയ നീളം കൂടിയ ക്യാൻഡിൽസ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ആ ഒരു ട്രെൻഡിങ്ങിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നെഗറ്റീവ് ക്യാൻഡിൽസാണ്, അല്ലെങ്കിൽ ബെയറിഷ് ക്യാൻഡിൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്ത്, അത് കൂടുതലും മാർബോസ് ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ട് കണ്ടോ ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇവിടെ കാണാം. ഇവിടെ ഒരു ഷേവൻ ടെയിൽ മാർബോസ് ക്യാൻഡിൽ കാണാം. വളരെ ചെറിയൊരു വിക്കാണ് മുകളിലുള്ളത്, താഴെ വിക്കുകൾ, അതിൻ്റെ അടിവശത്ത് ബോട്ടം സൈഡിൽ വിക്കുകളൊന്നും ഇല്ലാത്ത ഒരു ബുള്ളിഷ് ക്യാൻഡിൽ കാണാം. അതിനുശേഷം ആ ബുള്ളിഷ് ക്യാൻഡിലിനെ ഹൈനെ ബ്രേക്ക് ചെയ്താണ് അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്, അടുത്ത ബുള്ളിഷ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം അവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടന്നു വന്നിരിക്കണം. അപ്പോൾ കണ്ടോ, അപ്പോൾ അതിന് മുമ്പത്തെ ക്യാൻഡിൽസ് കണ്ടാൽ മനസ്സിലാവും ലോങ്ങർ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ ലോങ്ങർ ക്യാൻഡിൽസ് ഫോം ചെയ്യുമ്പോഴേ നമുക്ക് അവിടെ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. കാരണം അതൊരു ട്രെൻഡ് കണ്ടിന്യൂഡ് ലോങ്ങർ ഫോംഡ് ക്യാൻഡിൽസ് ആണെങ്കിൽ അവിടുന്ന് ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കാനുള്ള ചാൻസസ് വളരെയേറെയാണ്. അപ്പം അതുകൊണ്ടാണ് അത് വീണ്ടും ഒരു ബുള്ളിഷിലേക്ക് ഫോം ആവുകയും പിന്നെ ഇവിടെ 2 ബുള്ളിഷ് മാർബോസ് ക്യാൻഡിൽസ് ഫോം ചെയ്തു, അതും ഒരു അത്യാവശ്യം ലോങ്ങർ ക്യാൻഡിൽസാണ്. പിന്നെ അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, പിന്നെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഇവിടെ ഒരു ബെയറിഷ് മാർബോസുമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അടുത്തൊരു ബെയറിഷ് മാർബോസാണ്. അങ്ങനെ നമുക്കിവിടെ ഇതൊരു ബെയറിഷ് മാർബോസോ ക്യാൻഡിലാണ്. അപ്പം ബെയറിഷ് മാർബോസോ ക്യാൻഡിൽ ഒന്നെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരിക്കും, അതിപ്പം അപ്പ് ട്രെൻഡിങ് ആണെങ്കിൽ, പ്രൈസ് ഇൻക്രീസിങ് ആണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ഒരു റിവേഴ്സലിന് ചാൻസ് ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷൻ ആയിരിക്കും നമ്മൾ ചാർട്ട് അനാലിസിസ് ചെയ്ത് കഴിയുമ്പോൾ ഈ മാർബോസോ ക്യാൻഡിൽ വന്ന ഏരിയ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള മാർബോസോ ക്യാൻഡിൽസിനെ കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാർബോസോ ക്യാൻഡിലാണ് ബോഡി മാത്രമുള്ള, ബോട്ടം സൈഡും ടോപ്പ് സൈഡിലും വിക്കില്ലാത്ത മാർബോസോ ക്യാൻഡിൽ, ഒള്ളി ബോഡി. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് മാർബോസോ ആണ് ഷേവൺ ഹെഡ് മാർബോസോ ക്യാൻഡിൽ. അതായത് ക്യാൻഡിലിൻ്റെ മോള് വശം വിക്കില്ലാത്തതാണ്, ഹാസ് സ്മോൾ വിക്ക് അറ്റ് ബോട്ടം ബട്ട് നോ വിക്ക് അറ്റ് ദി ടോപ്പ്. അങ്ങനെയാണ് ഷേവൺ ഹെഡ് മാർബോസോ ക്യാൻഡിൽ. അതായത് മോള് വശം ക്ലീനും താഴ്വശത്ത് ചെറിയ ടെയിലോട് കൂടിയിരിക്കുന്ന മാർബോസോ ക്യാൻഡിൽസിനെയാണ് ഷേവൺ ഹെഡ് മാർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിനും മാർബോസോ ക്യാൻഡിലിന് തന്നെ പ്രത്യേകതകളാണ്. പിന്നെ അടുത്ത തരം മാർബോസോ ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഷേവൺ ബോട്ടം മാർബോസോ ക്യാൻഡിൽ. അതായത് അതിൻ്റെ ബോട്ടം സൈഡിൽ ക്ലീനായിട്ട് വിത്തൗട്ട് വിക്ക് ഓർ ഷാഡോ, അതിൻ്റെ
ടോപ്പ് സൈഡിൽ ഹെഡ് സൈഡിൽ ചെറിയ ടെയിലുമായിട്ടുണ്ടാകുന്ന ക്യാൻഡിൽസിനെയാണ് ഷേവൺ ബോട്ടം മാർബോസോ ക്യാൻഡിൽ എന്ന് പറയുന്നത്. നമുക്ക് അങ്ങനത്തെ ഷേവൺ ബോട്ടം മാർബോസോ ക്യാൻഡിൽ കൂടുതലും ഷേവൺ ബോട്ടം അല്ലെങ്കിൽ ഷേവൺ ടോപ്പ് മാർബോസോ ക്യാൻഡിൽസ് കൂടുതലും ഉണ്ടാകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസത്തിൻ്റെ ആദ്യത്തെ നിമിഷങ്ങളിലാണ് കൂടുതലും ഷേവൺ ബോട്ടം അല്ലെങ്കിൽ ഷേവൺ ടോപ്പ് മാർബോസോ ക്യാൻഡിൽസ് ഉണ്ടാകുന്നത്. നമുക്കതൊന്ന് ശ്രമിച്ച് നോക്കാം, കാണാൻ പറ്റും നോക്കാം. ഓക്കെ, ഇതൊരു നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ചാർട്ടാണ്. ഇവിടെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം ഇതൊരു ദിവസത്തെ സ്റ്റാർട്ടിംഗ് ആയിട്ടുള്ള ഒരു മെയ് 12 സ്റ്റാർട്ട് ചെയ്ത 5 മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 5 അല്ലെങ്കിൽ 15 മിനിറ്റിലൊക്കെ കൂടുതലും ഇങ്ങനത്തെ മാർബോസോ ഷേവൺ ഹെഡ് അല്ലെങ്കിൽ ഷേവൺ ബോട്ടം മാർബോസോ ക്യാൻഡിൽസ് നമുക്ക് കാണാൻ സാധിക്കും. മെയ് 18 നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇതൊരു ഷേവൺ ഹെഡ് മാർബോസോ ബെയറിഷ് ക്യാൻഡിലാണ്. ഓക്കെ, അപ്പം ഈ ഒരു ബെയറിഷ് മാർബോസോ ഷേവൺ ഹെഡ് ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും അതൊരു ട്രെൻഡ് ഫോളോയിങ് അല്ലെങ്കിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുള്ളത്. അത് കൺഫേം ചെയ്യുന്നത് അതിൻ്റെ അടുത്ത ക്യാൻഡിൽ ഈ ആദ്യത്തെ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തപ്പോഴാണ് ഇതിന് മുമ്പത്തെ മാർബോസോ ക്യാൻഡിൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണെന്നുള്ള കൺഫർമേഷൻ നമുക്ക് ലഭിച്ചത്. അപ്പം ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ. അപ്പം പിന്നീട് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു മാർബോസോ ക്യാൻഡിൽ തന്നെ കാണാം. അതിന് ചെറിയൊരു വിക്ക് അതിൻ്റെ മുകൾവശത്തുണ്ട്, എന്നിരുന്നാൽ പോലും അതൊരു ഷേവൺ ഹെഡ് മാർബോസോ ക്യാൻഡിലായിട്ട് തന്നെ മനസ്സിലാക്കാം. പിന്നീട് വരുന്ന 2-3 ക്യാൻഡിൽ, അത് കഴിഞ്ഞ് വരുന്ന ക്യാൻഡിലും എല്ലാം ഷേവൺ ഹെഡ് മാർബോസോ ക്യാൻഡിലാണ്. ഇതിൻ്റെ അർത്ഥം സെല്ലേഴ്സ് വളരെ ആക്റ്റീവായിട്ട് പ്രൈസിനെ താഴോട്ട് നീക്കിക്കൊണ്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ബെയറിഷ് മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രൈസ് ഇടിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇതേപോലത്തെ ഈ 3 മാർബോസോ ക്യാൻഡിൽ എല്ലാത്തിനും ഒരേ മീനിങ് തന്നെയാണ്. പക്ഷേ ഈ ഷേവൺ ഹെഡ് അല്ലെങ്കിൽ ഷേവൺ ബോട്ടം മാർബോസോ ക്യാൻഡിൽ നമുക്ക് കൂടുതലും കാണാൻ കഴിയുക ഒരു ദിവസത്തെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയത്തായിരിക്കും. മിക്കപ്പോഴും പ്രീവിയസ് ഡേയുടെ ക്ലോസിങ്ങിൻ്റെ എബോ ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് നേരെ താഴോട്ട് പതിക്കുന്ന ചാൻസുകളാണ് കൂടുതലും നമുക്കുണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പം ഇതാണ് വൺ ടൈപ്പ് ഓഫ് ക്യാൻഡിൽ സ്റ്റിക്ക്. നമുക്കിനി അടുത്ത ഒരു ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിന് മനസ്സിലാക്കാം, ഡോജി ക്യാൻഡിൽസ്. എന്താണ് ഡോജി ക്യാൻഡിൽസ്? വേർ ദ ഓപ്പൺ ആൻഡ് ക്ലോസ് ഓഫ് എ പ്രൈസ് ഈസ് അറ്റ് സെയിം വാല്യൂ. ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസും ഒരേ പ്രൈസിൽ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടുത്ത പ്രൈസുകൾ വളരെ ചെറിയ, ഇപ്പം 1000 രൂപയുടെ 2000 രൂപയുടെയൊക്കെ പ്രൈസ് വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണെങ്കിൽ അതിനകത്ത് ചിലപ്പം ഇപ്പോഴത്തെ സ്റ്റോക്ക് റേറ്റ് ചിലപ്പോൾ ഒരു 1552 രൂപയാണെന്ന് ഓർത്തു. അത് ഓപ്പൺ ചെയ്ത് 1552, അത് ക്ലോസ് ചെയ്തപ്പോൾ 1553, 1 രൂപ വ്യത്യാസം. പക്ഷേ നമ്മളത് ഒരു ചാർട്ട് അനാലിസിസ് കൂടെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവും അതൊരു ഡോജി പോലത്തെ ഒരു ക്യാൻഡിൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ ബോഡി പാർട്ട് തീരെയില്ല, വിത്തൗട്ട് ബോഡി. പക്ഷേ അതിന് നല്ല വിക്കുകൾ, നല്ല നീളത്തിലുള്ള വിക്കുണ്ടാവാം, നീളം കുറഞ്ഞ വിക്കായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് വിക്കായിരിക്കാം, മുകൾ വശത്തേക്കോ അല്ലെങ്കിൽ താഴ്വശത്തേക്കോ വിക്കുകളുണ്ടാവാം. അപ്പം ഇങ്ങനത്തെ ക്യാൻഡിൽ സ്റ്റിക്കിനെയാണ് ഡോജി ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ഈ ഡോജി ക്യാൻഡിൽസിന് വളരെ ഇമ്പോർട്ടൻസ് നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഡോജി ക്യാൻഡിൽ ഓരോ സ്ഥലത്ത് എവിടെയൊക്കെ ഫോം ചെയ്യുന്നു അതൊക്കെ വളരെ ചാർട്ടിൻ്റെ ഏത് ഏരിയയിൽ ഫോം ചെയ്യുന്നു അതിനനുസരിച്ച് ഇതിന് പ്രത്യേക മീനിങ്ങും ഇമ്പോർട്ടൻസും ഉണ്ട്. നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഡോജി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വിത്തൗട്ട് ബോഡി ഹാസ് ഓൺലി ടെയിൽസ്. ദോസ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് ആർ നോൺ ആസ് ഡോജി ക്യാൻഡിൽസ്. ഓക്കെ, ഇനി നമുക്ക് മനസ്സിലാക്കാവുന്ന ഈ ഡോജിൽ തന്നെ പലതരം ക്യാൻഡിൽസ് ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോസ്.
അപ്പം അതിൽ ആദ്യത്തത് ലോങ് ലെഗ്ഡ് ഡോജി. ഇതാണ് ലോങ് ലെഗ്ഡ് ഡോജി. ഓക്കെ, രണ്ട് സൈഡിലേക്കും നീളം കൂടിയ വിക്കുകളുള്ള ഒരു ചെറിയ ക്യാൻഡിലിനെയാണ് ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയുന്നത്. ഹാസ് ലോങ് ലെഗ്സ് ബോത്ത് സൈഡ്സ് ഇൻ ഡിസിഷൻ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. നമുക്ക് ഈ ഡോജിയിൽ നിന്ന് എന്തോ മനസ്സിലാക്കുന്നത്, ബയേഴ്സിനും ഒരു തീരുമാനം എടുത്ത് പ്രൈസിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുന്നില്ല, സെല്ലേഴ്സിന് ഒരു തീരുമാനം എടുത്ത് പ്രൈസിനെ താഴോട്ട് കൊണ്ടുപോകാനും പറ്റുന്നില്ല. അവർ പരിശ്രമിച്ചപ്പോൾ ബയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂടുകയും പ്രൈസ് വീണ്ടും മുകളിലേക്ക് പോവുകയും ചെയ്തു. പ്രൈസ് മുകളിലേക്ക് പോയപ്പോൾ സെല്ലേഴ്സ് കൂടുതൽ അഗ്രസീവ് ആവുകയും പ്രൈസിനെ താഴ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അങ്ങനെ എൻഡ് ഓഫ് ദ ഡേ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ആ ഒരു പീരീഡിൽ പ്രൈസ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ളതിനാണ് ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും ലോങ് ലെഗ്ഡ് ഡോജീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻഡിസിഷൻ എമംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരു തീരുമാനം, ഇപ്പം പ്രൈസ് മുകളിലോട്ട് പോവുമോ അല്ലെങ്കിൽ താഴോട്ട് പോകുമോ എന്നുള്ള ഒരു തീരുമാനം എടുക്കാനായിട്ട് ട്രേഡേഴ്സിന് കഴിയാതെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഡോജി ഫോം ചെയ്യുന്നത്, ലോങ് ലെഗ്ഡ് ഡോജീസ്. അടുത്തത് ഗ്രേവ് സ്റ്റോൺ ഡോജീസ്. ഗ്രേവ് സ്റ്റോൺ ഡോജീസ് എന്ന് പറയുന്ന ഷോസ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്. ഓക്കെ, ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രെൻഡ് ആയിരിക്കും അതിനുശേഷം ഫോളോ ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ബെയറിഷ് ട്രെൻഡ് ആണ് എന്ന് മനസ്സിലാക്കേണ്ടത് എവിടെയാണ്? ഒരു ചാർട്ട് അനാലിസിസിൻ്റെ നമ്മൾ ചാർട്ട് അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ ആ ചാർട്ടിൻ്റെ തന്നെ ഏകദേശം ടോപ്പ് ഓഫ് ദി ചാർട്ടിലാണ് ഇങ്ങനത്തെ ഒരു ഡോജി ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ഇങ്ങനത്തെ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ അതിൻ്റെ അർത്ഥം അതൊരു ഗ്രേവ് സ്റ്റോൺ ഡോജിയാണ്. ഇതിൻ്റെ അർത്ഥം ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ്. സെൻസ് ഓഫ് ഇൻഡിസിഷൻ ആൻഡ് പോസിബിൾ ചേഞ്ച് ഓഫ് ട്രെൻഡ് അറ്റ് മാർക്കറ്റ് ലോ. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ലൈവ് ചാർട്ടിൽ നമുക്കൊന്ന് കാണാൻ ശ്രമിക്കാം. ഇതാ ഇവിടെ ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഇതൊരു ചെറിയൊരു ട്രെൻഡ് റിവേഴ്സലാണ് നടന്നത്. ഇവിടുന്ന് ട്രെൻഡ് എന്താ പറയുന്നത്, ഒരു ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രെൻഡിലേക്കൊന്ന് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ചെയ്തതിൻ്റെ ഭാഗമായി ആ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അവിടെ വെച്ച് നിൽക്കുകയും ഒരു ട്രെൻഡ് ഡീവിയേഷൻ നടക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് കാണാം അവിടുന്ന് പിന്നീട് അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നില്ല, അവിടുന്ന് അത് ബ്രേക്ക് ആയിട്ട് ഒരു നോ ട്രെൻഡ് സിറ്റുവേഷനിലേക്ക് പോവാണ്. അത് ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റിലേക്ക് പോയി. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടെ ചെറിയൊരു ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ചെയ്തു, ട്രെൻഡ് ഡീവിയേഷൻ നടന്നിരിക്കുകയാണ്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ ഒരു ട്രെൻഡ് ഡീവിയേഷൻ നടക്കുന്നു, ചെറിയൊരു ട്രെൻഡ് ഡീവിയേഷൻ നടക്കുന്നുണ്ട്. അപ്പം പൊതുവെ അതായത് ഗ്രേവ് സ്റ്റോൺ ഡോജി ഫോം ചെയ്ത്, ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ക് അറ്റ് ദി അപ്പർ സൈഡ് ഓഫ് ദി ബോഡി ഈക്വൽ ടു നത്തിങ് ആണ്, ബോഡി വളരെ കുറവാണ്. വിക്ക് അപ്പർ സൈഡിലുണ്ടാകുന്ന തരം ഡോജീസിനാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്. അപ്പം അതൊരു നെഗറ്റീവ് ട്രെൻഡാണ് കാണിക്കുന്നത്. അത് ഒരു നെഗറ്റീവ് ട്രെൻഡാണ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നത്. അതിനുശേഷം വരുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഈ ഡോജിയുടെ ലോവറിനെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് ട്രെൻഡ്. അപ്പം നമുക്കത് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് അതൊരു ബെയറിഷ് ട്രെൻഡിലേക്ക് കണ്ടിന്യൂ ആയിപ്പോൾ. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഡോജികൾ പല ചാർട്ടിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ കാണാൻ സാധിക്കും. ഇതൊരു ലോങ് ലെഗ്ഡ് ഡോജിക്ക് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഒരു ചെറിയൊരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ നടത്തി കഴിഞ്ഞിട്ട് ബയേഴ്സിനും സെല്ലേഴ്സിനും ഏത് ദിശയിലേക്കാണ് ഇനി കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ ഇവിടെയുണ്ടൊരു ലോങ് ലെഗ്ഡ് ഡോജി. ബയേഴ്സിനും സെല്ലേഴ്സിനും കൺഫ്യൂഷൻ ആകുന്ന ഒരു സ്റ്റേറ്റാണ് ഈ ലോങ് ലെഗ്ഡ് ഡോജി എന്ന് പറയുന്നത്. അപ്പം പാർട്ടിസിപ്പേഷൻ കുറവായിരിക്കും, ഇൻഡിസിഷൻ, അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം അത് കഴിയുമ്പം പിന്നീട് വരുന്ന ഒരു ട്രെൻഡ് വളരെ വലിയതായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും. അത് ബെയറിഷ് ആവാം അല്ലെങ്കിൽ ബുള്ളിഷ് ആവാം. ഇൻഡിസിഷൻ നടക്കുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കണ്ടോ ഒരു ചെറിയ
സ്മോൾ ഡോജി കാണാം. അതായത് ഒരു മൂവ്മെൻറ്റും നടന്നില്ല. വളരെ ചെറിയ ഡോജിയാണ് നടക്കുന്നത്. 5 മിനിറ്റ് തൊട്ട് ഇതാ ഇവിടെയെല്ലാം ചെറിയ ചെറിയ ഡോജികൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഏരിയകളിലൊക്കെ സെൻസ് ഓഫ് ഇൻഡിസിഷൻ ഒത്തിരി കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ബയേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ അതായത് ഇവിടെയൊക്കെ ഡോജി, ഇതും ചെറിയ ഡോജിയാണ്, ഇവിടെ ഡോജിയുണ്ട്. അപ്പം ഇതാണ് ഗ്രേവ് സ്റ്റോൺ ഡോജി എന്ന് പറയുന്നത്. അടുത്ത ഒരു തരം ഡോജിയാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത്. ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയുടെ ബോട്ടം സൈഡിലേക്ക് ലോങ് ലെഗ് ഉള്ളതിനാണ് ഡ്രാഗൺ ഫ്ലൈ ഡോജി എന്ന് പറയുന്നത്. ഷോയിങ് ഡ്യൂറിങ് മാർക്കറ്റ് ടേണിംഗ് പോയിൻറ്റ്സ് ഷോസ് ദ എൻഡ് ഓഫ് ബെയറിഷ് ട്രെൻഡ്. ഇങ്ങനത്തെ ഡ്രാഗൺ ഫ്ലൈ ഡോജീസ് വരുന്നത് കൂടുതലായും ഒരു ട്രെൻഡിൻ്റെ അവസാന ഭാഗത്തായിട്ട്, അതൊരു ബെയറിഷ് ട്രെൻഡ് ആണെങ്കിൽ, ഒരു കണ്ടിന്യൂ ആണെങ്കിൽ ആ ബെയറിഷ് ട്രെൻഡിൻ്റെ അവസാനത്തായിട്ട് ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി കണ്ടു കഴിഞ്ഞാൽ ആ ഡ്രാഗൺ ഫ്ലൈ ഡോജി നമുക്ക് അതൊരു ട്രെൻഡ് റിവേഴ്സൽ ഫോമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ഇതൊരു നല്ലൊരു എക്സാമ്പിളാണ്. ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് തുല്യമായിട്ടുള്ള ഒരു ഡോജിയാണ്. ഇതൊരു ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ഫോമായി, എന്നാൽ പോലും അത് ഹോൾഡ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ പ്രൈസ് വീണ്ടും താഴോട്ട് വന്നു. ഇവിടെ ഒരു പെർഫെക്റ്റ് ഡ്രാഗൺ ഫ്ലൈ ഡോജി ഫോമായി. പ്രൈസ് ബുള്ളിഷ് മൊമെൻറ്റം കാണിച്ചു. നെക്സ്റ്റ് ഡേ വീണ്ടും പ്രൈസ് നല്ലപോലെ ഉയരത്തിലേക്ക് പോയി. അവിടുന്ന് ഒരു റിവേഴ്സൽ കണ്ടിന്യൂഷൻ, ഒരു റിവേഴ്സൽ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ഡ്രാഗൺ ഫ്ലൈ ഡോജി ഇതൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ്. ഡ്രാഗൺ ഫ്ലൈ ഡോജി ഇതൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ് ഇവിടെ ഈ കാണുന്നത്. അപ്പം ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നത് ഒരു ട്രെൻഡിൻ്റെ ഏറ്റവും അവസാനത്തതും, അപ്പം ഏറ്റവും അവസാനം കാണുന്ന ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജി വന്നു കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് കണക്കാക്കുകയാണ് നമുക്ക് കണക്കാക്കാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് ശേഷം ഡ്രാഗൺ ഫ്ലൈ ഡോജി ശരിക്കും പറഞ്ഞാൽ ബോഡിയുടെ ബോട്ടം സൈഡിലേക്കാണ് വിക്ക് ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ അപ്പർ സൈഡിലേക്കും ചെറിയൊരു വിക്കുണ്ട്, പക്ഷേ ലോങ്ങർ സൈഡ് അതിൻ്റെ ബോട്ടം സൈഡാണ്. ലോങ്ങർ വിക്ക് അതിൻ്റെ ബോട്ടം സൈഡ് ആയതുകൊണ്ട് ഇതിനൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജി ആയിട്ട് കണക്കാക്കാവുന്നേ ഉള്ളൂ. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്ക് റീഡ് ചെയ്യുമ്പം ആ സ്ട്രിക്റ്റ് സെൻസിൽ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിന് മനസ്സിലാക്കേണ്ടതില്ല. ചെറിയ തോതിൽ ഇപ്പോൾ ഇതൊക്കെ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് തത്തുല്യമായ ഒരു ഡോജിയാണെന്ന് തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അതിനുശേഷം ഒരു ബുള്ളിഷ് കണ്ടിന്യൂവേഷൻ ഒരു ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് കാണുകയും പ്രൈസ് മുന്നോട്ട് കുതിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഓക്കെ, അപ്പം ഡോജി ഒരു രണ്ടാമത്തെ തരം ക്യാൻഡിൽസാണ്. അപ്പം നമ്മൾ ഏകദേശം ബേസിക്കായിട്ടുള്ള 6 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻഡിൽസിൽ നിന്ന് നമ്മൾ ആദ്യത്തെ മാർബോസോ ക്യാൻഡിലും മനസ്സിലാക്കി, അവസാനത്തായ ഡോജി ക്യാൻഡിലും എന്താണെന്ന് മനസ്സിലാക്കി. ഇനി അതിനുശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് ലോങ് ലെഗ്ഡ് ക്യാൻഡിൽ സ്റ്റിക്സ്. ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസ്, അതായത് എന്താണ് ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസ്? ബോഡിയുടെ ഏതെങ്കിലും ഒരു വശത്തേക്ക് ബോഡിയേക്കാളും ഇരട്ടി, ബോഡിയുടെ 2 മടങ്ങ് നീളമുള്ള വിക്ക് അല്ലെങ്കിൽ ഷാഡോ ഉണ്ടാകുന്ന ക്യാൻഡിൽസിനെയാണ് ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത്. ബോഡിയുടെ ഒരു സൈഡിലേക്ക് മാത്രമേ വിക്സ് ഉണ്ടാകത്തുള്ളൂ, മറു സൈഡ് ഷേവൺ ആയിരിക്കും, അല്ലെങ്കിൽ അവിടെ ഫ്ലാറ്റ് ആയിരിക്കും. അപ്പം അങ്ങനത്തെ തരം ക്യാൻഡിൽസിനെയാണ് നമുക്ക് ഇനി മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊക്കെ ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസിൻ്റെ എക്സാമ്പിളാണ്. ഹാമർ ഓർ ഹാങ്ങിങ് മാൻ ക്യാൻഡിൽസ്. എന്താണ് ഹാമർ അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ ക്യാൻഡിൽസ്? ഇതൊരു ഹാമറുമാണ്, ഒരു ഹാങ്ങിങ് മാൻ ക്യാൻഡിലുമാണ്. ഹാമർ എപ്പോഴും ഒരു ബുള്ളിഷ് സൈനായിട്ടും ഹാങ്ങിങ് മാൻ ഒരു ബെയറിഷ് സൈനായിട്ടുമാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, മനസ്സിലാക്കേണ്ടത്. ഹാമർ ഒരു ചുറ്റികയുടെ പോലെയൊക്കെ തോന്നിക്കുന്നത്, അതിനാണ് ഹാമർ എന്ന് പറയുന്നത്. ഹാങ്ങിങ് മാൻ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ തൂങ്ങി നിൽക്കുന്നതിന് ഇത് ഹെഡാണല്ലോ, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്.
അപ്പം ഇൻ എ ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ സൈനായിട്ടാണ് ഹാമറിനെ നമ്മൾ ഇപ്പം ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ അതൊരു റിവേഴ്സൽ സൈനായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഇൻ ആൻ അപ് ട്രെൻഡ് റിവേഴ്സൽ സൈനായിട്ടാണ് നമ്മൾ ഹാങ്ങിങ് മാനെ കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പം ഹാമറും ഹാങ്ങിങ് മാനും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ ബോട്ടം സൈഡിലേക്ക് ലോങ് വിക്കോട് കൂടിയ ക്യാൻഡിൽസിനെയാണ് ഹാമർ അല്ലെങ്കിൽ ഹാങ്ങിങ് മാൻ എന്ന് പറയുന്നത്. നമുക്കതിന് പറ്റിയ കുറേ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ ആ ഒരു ഡ്രാഗൺ ഫ്ലൈ ഡോജിക്ക് ശേഷം നമ്മളിവിടെ കാണാൻ പറ്റും ഒരു ഹാമർ കാൻഡിൽ സ്റ്റിക്ക് ഫോം ചെയ്തിരിക്കുന്നത്. ഹാമർ അതായത് ഒരു ട്രെൻഡിൻ്റെ ഏറ്റവും ബോട്ടം സൈഡിൽ ഹാമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഹാമർ ഫോം ചെയ്തിരിക്കുകയാണ്. അടിയിൽ നിന്ന് നമുക്ക് പ്രൈസിനെ വീണ്ടും ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ള ഒരു സൈനാണ് ഹാമർ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസിൽ ഉൾപ്പെട്ടതാണ് ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹാമർ കാൻഡിൽ സ്റ്റിക്ക്. ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഇൻവേഴ്സ് ഹാമർ കാൻഡിൽ സ്റ്റിക്ക് ഹാമറിൻ്റെയും ഹാങ്ങിങ് മാൻ്റെയും ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഹാങ്ങിങ് മാനും അതിൻ്റെ ബോട്ടം സൈഡിൽ ലോങ്ങർ വിക്കോട് കൂടിയ ക്യാൻഡിൽസിനെയാണ്. എന്നാൽ ഷൂട്ടിംഗ് സ്റ്റാറും ഇൻവേഴ്സ് ഹാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോപ്പ് സൈഡിൽ ലോങ്ങർ വിക്കോട് കൂടിയ സ്മോൾ ബോഡി കാൻഡിൽ സ്റ്റിക്കാണ് ഷൂട്ടിംഗ് സ്റ്റാറും ഇൻവേഴ്സ് ഹാമറും. ഈ ഷൂട്ടിംഗ് സ്റ്റാർ ഏതൊരു സാഹചര്യത്തിലാണ് വരുന്നത്? ഇൻ ആൻ അപ് ട്രെൻഡ് റിവേഴ്സൽ സൈൻ ആൻഡ് സ്ട്രോങ്ങർ സൈൻ വിത്ത് എ ഗ്യാപ്പ് അപ്പ് ഫോർമേഷൻ. ഓക്കെ, ഷൂട്ടിംഗ് സ്റ്റാർ സാധാരണ വരുന്നത് ഒരു അപ് ട്രെൻഡിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു റിവേഴ്സൽ സൈനാണ്. പിന്നെ അത് ഒരു ചെറിയൊരു ഗ്യാപ്പോട് കൂടിയാണ് ഇത് ഫോം ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ പ്രീവിയസ് ഡേയിൽ ക്ലോസ് ചെയ്തതിൻ്റെ ഇതിലും മുകളിൽ ആയിട്ടാണ് ഈ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു സ്ട്രോങ്ങർ റിവേഴ്സൽ സൈനായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെയാണ് ഇൻവേഴ്സ് ഹാമർ. ഇൻ എ ഡൗൺ ട്രെൻഡ് റിവേഴ്സൽ സൈൻ ആൻഡ് സ്ട്രോങ്ങർ സൈൻ വിത്ത് എ ഗ്യാപ്പ് ഡൗൺ ഫോർമേഷൻ. അപ്പം ഷൂട്ടിംഗ് സ്റ്റാറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആംഗിളായിരിക്കും ഇൻവേഴ്സ് ഹാമർ നടക്കുന്നത്. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ ഏറ്റവും ബോട്ടമായിട്ട് ഒരു ഇൻവേഴ്സ് ഹാമർ ഫോം, അതായത് ഒരു ചുറ്റികയുടെ നേരെ ഓപ്പോസിറ്റ് ആംഗിൾ ഇൻവേഴ്സ് ഹാമർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു റിവേഴ്സൽ സൈനാണ്. അതിനി ഒരു ഗ്യാപ്പ് ഡൗണിലാണ് ഈ ക്യാൻഡിൽ ഫോം ചെയ്തെങ്കിൽ അതൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിവേഴ്സൽ സൈനാണെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കതൊന്ന് ചാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ പറ്റുന്ന ഒരു റിവേഴ്സ് ഹാമർ ടൈപ്പാണ്. ഒരു ഇൻവേഴ്സ് ഹാമർ എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണത്. വലിയ ഗ്യാപ്പോട് കൂടി ഓപ്പൺ ചെയ്ത ഇതൊരു ലോങ് എന്താ പറയുന്നത്, ഇതൊരു ഡോജി ടൈപ്പാണ്. ഏതാണ്? ഗ്രേപ്പ് സ്റ്റോൺ ഡോജി ടൈപ്പാണ്. ഇതിന് ശേഷം ഫോം ചെയ്തിട്ട് വളരെ ഡൗണിലാണ്, വളരെ താഴെയാണ് അതിൻ്റെ പിന്നീട് പ്രൈസ് ഓപ്പൺ ചെയ്തത്. ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണെന്ന് നമുക്ക് തന്നെ പറയാം. ഇതിന് ചെറിയൊരു വിക്ക് താഴെയുണ്ട്, എന്നാൽ പോലും അതിൻ്റെ ബോഡി ചെറിയൊരു ബോഡിയാണ്. ആ ബോഡിയേക്കാളും 3-4 മടങ്ങോളം ലെങ്ത്തുള്ള അപ്പർ ഷാഡോ ആണ്. ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷൂട്ടിംഗ് സ്റ്റാറാണ്. ഓക്കെ, അപ്പം ഇവിടെ ഓൾറെഡി ഒരു റിവേഴ്സൽ ട്രെൻഡ് ചെയ്തു. പക്ഷേ ഇതൊരു മേജർ ട്രെൻഡ് ഒരു റിവേഴ്സലാണ്. ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ ഫോർമേഷനാണ്. അതുപോലെ തന്നെ നമുക്ക് ഹാമറിൻ്റെ ഇതൊരു ചെറിയൊരു ഹാമർ ഫോർമേഷനാണ്. ഒന്നെങ്കിൽ ട്രെൻഡ് ഇതിൻ്റെ ബോട്ടം ഏരിയയിലാണെങ്കിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ തന്നെയായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊരു ഹാമർ ഫോർമേഷനാണ്, ബുള്ളിഷ് സൈനാണ്.
ഹാമർ ഫോം ചെയ്ത് അവിടുന്ന് പിന്നെ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പ്രൈസ് ബുള്ളിഷ് ആയിട്ട് അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ തരത്തിലുള്ള നമ്മളിപ്പോൾ 2-3 ടൈപ്പ് ഓഫ് ക്യാൻഡിൽസ് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് മാർബോസോ ക്യാൻഡിൽ, ഇതൊരു മാർബോസോ ക്യാൻഡിലാണ്. പിന്നെ നമ്മൾ പഠിച്ച ഡോജി ക്യാൻഡിൽസ്, ഇതൊരു ചെറിയ ഡോജി ക്യാൻഡിലാണ്. ഇത് ഡോജി ക്യാൻഡിലാണ്. ഇത് ഒരു ഗ്രേവ് സ്റ്റോൺ ഡോജി ആണെന്നാൽ പോലും അതിൻ്റെ കൺഫർമേഷൻ നടന്നില്ല. കാരണം ഈ ഗ്രേവ് സ്റ്റോൺ നെക്സ്റ്റ് ക്യാൻഡിൽ ഷുഡ് ക്ലോസ് ബിലോ ദ പ്രീവിയസ് ക്യാൻഡിൽ ലോ ആണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ക്ലോസിങ് നടന്നത് പ്രീവിയസ് ക്യാൻഡിലിനേക്കാളും എബോവ് ആയിട്ടാണ്. അപ്പോൾ അതൊരു ബുള്ളിഷ് റിവേഴ്സലായിട്ട്, ഒരു ബെയറിഷ് റിവേഴ്സലായിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതൊരു നല്ലൊരു ഇൻവേഴ്സ് ഹാമറാണ്. ഇൻവേഴ്സ് ഹാമർ ഇതല്ല ഇപ്പോഴത്തെ, ഇതൊരു ഹാങ്ങിങ് മാൻ കൺഫർമേഷനാണ്. ഇതൊരു റിവേഴ്സൽ, ഒരു ബെയറിഷ്, ഒരു ബുള്ളിഷ് റിവേഴ്സൽ സൈനായിട്ടാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അവിടുന്ന് പിന്നീട് പ്രൈസ് വളരെ താഴേക്ക് കുക്കുത്തുന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം മാർബോസോ എന്താണെന്ന് മനസ്സിലാക്കി, ഡോജി എന്താണെന്ന് മനസ്സിലാക്കി, ലോങ് ലെഗ്ഡ് ക്യാൻഡിൽസ് ആയ ഹാമർ, ഹാങ്ങിങ് മാൻ, ഷൂട്ടിംഗ് സ്റ്റാർ, ഇൻവേഴ്സ് ഹാമർ ഇവയൊക്കെ എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കുകയും അത് ചാർട്ടിലൂടെ അത് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. അപ്പം ഇതെല്ലാം ഒന്ന് വീണ്ടും നിങ്ങൾ 1-2 പ്രാവശ്യം ഈ പറയുന്നത് മനസ്സിലാക്കുകയും പിന്നെ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാചകം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം അല്ലെങ്കിൽ കൂടുതൽ സമയം നമ്മൾ ചാർട്ട് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഈ ക്യാൻഡിൽസിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള സിംഗിൾ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസിനെയാണ് ഞാനിപ്പോൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പം ഇനി വരും വീഡിയോകളിൽ ഒന്നിൽ കൂടുതൽ ക്യാൻഡിൽസിനെ ഒരുമിച്ച് നമ്മൾ വായിക്കുന്ന രീതിയാണ്. അതായത് 2 ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, 3 ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് ക്യാൻഡിൽസ് ഫോർമേഷൻ, അങ്ങനെ പല ഫോർമേഷനോട് കൂടിയ ക്യാൻഡിൽസിനെ നമ്മൾ റീഡ് ചെയ്യുമ്പോഴാണ് ഒരു ചാർട്ട് അനാലിസിസ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ സിംഗിൾ ക്യാൻഡിൽസിനെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള മീനിങ്ങിനെയാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഇനി വരും വീഡിയോകളിലെല്ലാം ഇത് ഗ്രൂപ്പ് ഓഫ് ഫോർമേഷൻസ്, ഡിഫറെൻറ്റ് ക്യാൻഡിൽസ് ഒരുമിച്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് മാർബോസോയും അതിനുശേഷം ഒരു ചെറിയൊരു നോർമൽ ക്യാൻഡിൽ, ഒരു ബെയറിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ റീഡ് ചെയ്യണം എന്നൊക്കെ ഇതൊക്കെ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ആണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ. അവിടെ ചെറിയ സ്മോൾ ട്രെൻഡ് റിവേഴ്സൽസ് ആണ്. ഇൻട്രാഡേക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫോമാണ്. ഇത് 5 മിനിറ്റ് ആയതുകൊണ്ട് ഇൻട്രാഡേയിലാണ് കൂടുതലും ചെയ്യുന്നത്. പൊസിഷണൽ ട്രേഡിംഗ്, ഷോർട്ട് ടൈം ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അത് കൂടുതലും 1 ഡേ അല്ലെങ്കിൽ 1 വീക്ക് ടൈം ഫ്രെയിമിലായിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ ഡെയിലി ടൈം ഫ്രെയിം നോക്കുമ്പോൾ ഇവിടെ കണ്ട ഒരു സ്മോൾ ഡോജി, അതിൻ്റെ മുകളിൽ ഒരു ലോങ് ലെഗ്ഡ് ഡോജി ഉണ്ട്. പിന്നെ ഇതൊരു ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണ്. ഞാൻ പറഞ്ഞ സ്ട്രോങ് ഫോർമേഷനാണ്, ഫോർമേഷൻ ഓഫ് റിവേഴ്സൽ സൈനാണ് കാണിക്കുന്നത്. ഒരു ചെറിയൊരു ബുള്ളിഷ് ട്രെൻഡിങ് ആയിരുന്നു. അതിനുശേഷം ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോംഡ് എബോവ് ദ പ്രീവിയസ് ഹൈ. കണ്ടോ, പ്രീവിയസ് ഹൈയിലാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഫോർമേഷനാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അപ്പം അവിടുന്ന് കണ്ടോ പ്രൈസ് നേരെ താഴോട്ട് റിവേഴ്സൽ, ഒരു ബെയറിഷ് സിഗ്നലാണ് അത് കാണിച്ചത്. ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ സിംഗിളായിട്ടുള്ള ക്യാൻഡിൽസ് മനസ്സിലാക്കി ഇനി നമ്മൾ അതിനെ ഓരോ ചാർട്ട് അനാലിസിസിലും നമ്മൾ റീഡ് ചെയ്ത് അതിനെ മനസ്സിലാക്കിയിട്ട് നമുക്ക് കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആവാൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, വരും വീഡിയോകളിൽ കോമ്പിനേഷൻ ഓഫ് ക്യാൻഡിൽസിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ലെങ്തിയാണ്, ക്ഷമിക്കണം.
എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ മലയാളത്തിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഒത്തിരി കുറവുകളുണ്ട്, ഒത്തിരി മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് ആ കുറവുകളൊക്കെ ക്ഷമിക്കണം എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കൂടുതൽ ഈ വീഡിയോ മുഴുവനോടെ കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും ക്യാൻഡിൽസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു.